IAS തലപ്പത്തെ പോരിൽ പോരാടാനുറച്ച എൻ പ്രശാന്ത് IAS. ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാതെ ചീഫ് സെക്രട്ടറിയോട് എൻ പ്രശാന്ത് വിശദീകരണം ആരാഞ്ഞു. പരാതിയില്ലാതെ ചാർജ് മെമ്മോ നൽകിയത് എന്തിനെന്നാണ് എൻ പ്രശാന്തിന്റെ ചോദ്യം. ശ്രീത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീത്ത്, തലപ്പത്തെ പോര്, IAS തലപ്പത്തെ പോര്, അത് പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ്. അസാധാരണമായൊരു നീക്കമാണ് ഇപ്പോൾ എൻ പ്രശാന്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മറുപടി നൽകുന്നതിന് പകരം വിശദീകരണം ആരായുന്നു. സർക്കാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? വിവരങ്ങൾ എന്താണ് ശ്രീത്ത്? റീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രശാന്ത് IASന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ശ്രദ്ധേയമായൊരു നീക്കം സർക്കാരിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നതാണ്. കാരണം ഈ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ചാർജ് മെമ്മോയിൽ സർക്കാർ ആരോപിക്കുന്ന കുറ്റങ്ങളുടെ ആധികാരികത ബോധ്യപ്പെട്ടിട്ടാണോ ഈ ഒരു കുറ്റം തന്മേൽ ചുമത്തുന്നത് എന്ന ചോദ്യമാണ് പ്രശാന്ത് ഉന്നയിക്കുന്നത്. സാധാരണ IAS ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള നടപടിയുടെ ഭാഗമായി അവർക്ക് ചാർജ് മെമ്മോ അഥവാ കുറ്റാരോപിതമായിട്ടുള്ള ഒരു നോട്ടീസ് അവർക്ക് നൽകുക പതിവാണ്. ഈ നോട്ടീസിന് മറുപടി നൽകിക്കൊണ്ട് എത്രയും വേഗം സസ്പെൻഷൻ പിൻവലിപ്പിക്കാനുള്ള അത് റദ്ദാക്കാനുള്ള നീക്കങ്ങളാണ് സാധാരണ IAS ഉദ്യോഗസ്ഥർ നടത്തുന്നതെങ്കിൽ പ്രശാന്ത് ഒരു വലിയ പോരാട്ടത്തിൽ നിന്ന് തയ്യാറെടുക്കുകയാണ്. അതും നിയമപരമായ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നുവെന്ന വ്യക്തമായ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനോട് അദ്ദേഹം ആരാഞ്ഞിരിക്കുന്ന വിശദീകരണം തേടിയിരിക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. അതായത് തന്നെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് തൻ്റെ ഭാഗം കേട്ടില്ല, അത് സ്വാഭാവിക നീതിയുടെ ലംഘനമല്ലേ എന്ന ചോദ്യമാണ് എൻ പ്രശാന്ത് ഉയർത്തുന്ന ഒന്നാമത്തെ കാര്യം. ഇതോടൊപ്പം തന്നെ ആരുടെയും പരാതിയില്ലാതെ തനിക്കെതിരെ ഒരു ചാർജ് മെമ്മോ നൽകുന്നത് ആരാണ് പരാതിക്കാരൻ? ആരും പരാതി ഇതുവരെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്തുകൊണ്ട് തനിക്കൊരു ചാർജ് മെമ്മോ നൽകുന്നതെന്ന ചോദ്യവും പ്രശാന്ത് ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ സസ്പെൻഡ് ചെയ്യാനായി സർക്കാർ ചൂണ്ടിക്കാണിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണങ്ങൾ ആണെന്നാണ്. ആ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണങ്ങൾ FB പേജിൻ്റെ സ്ക്രീൻഷോട്ടാണ് തെളിവായി പറയുന്നത്. ആ സ്ക്രീൻഷോട്ട് ആരാണ് ശേഖരിച്ചത്? ആരുടെ ഫോണിൽ നിന്നാണ്, ഏത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഫോണിൽ നിന്നാണ് ഈ വിവരം ശേഖരിച്ചത്? അങ്ങനെയെങ്കിൽ അതിൻ്റെ ആധികാരികത സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യമാണ് പ്രശാന്ത് ഉയർത്തുന്നത്. അതായത് സർക്കാർ ഉന്നയിക്കുന്ന കാര്യങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ഈ നീക്കം, അതിൻ്റെ ആധികാരികത ചോദ്യം ചെയ്യുന്ന ഈ നീക്കം പ്രശാന്ത് തുടർ നിയമ പോരാട്ടങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ കരുതലോടെയായിരിക്കും ഇക്കാര്യത്തിൽ പ്രതികരിക്കുക. നേരത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അടക്കമുള്ള ആളുകൾക്ക് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അതായത് തനിക്കെതിരായ കുറ്റങ്ങളിൽ ഉചിതമായ നടപടിയെടുക്കുന്നതിൽ ചീഫ് സെക്രട്ടറി വീഴ്ച വരുത്തിയെന്നതായിരുന്നു ആ വക്കീൽ നോട്ടീസിലെ ആരോപണം. മറ്റൊന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകും K. ഗോപാലകൃഷ്ണൻ IASഉം അതോടൊപ്പം തന്നെ മാതൃഭൂമി ദിനപത്രവും അദ്ദേഹത്തിനെതിരെ വ്യാജ വാർത്ത സൃഷ്ടിച്ചു, ക്രിമിനൽ ഗൂഢാലോചന നടത്തി തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകുന്നതിന് പകരം അദ്ദേഹം വീണ്ടും സാധാരണയായി ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകുക, മറ്റു വിവാദങ്ങളിലേക്ക് കടക്കാതെ പോവുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ നടപടിക്രമങ്ങൾ, അതിൻ്റെ നിയമവശങ്ങൾ, അതൊക്കെ നന്നായി അറിയാവുന്ന, അതിലൊക്കെ നല്ല പരിജ്ഞാനമുള്ള ആൾ കൂടിയാണ് എൻ പ്രശാന്ത്. ഈ നീക്കത്തിൻ്റെ സാധ്യതകളെ എൻ പ്രശാന്ത് കാണുന്നത് എങ്ങനെയാണ് ശ്രീ? ഈ നീക്കത്തിൽ നിയമപരമായി ഇതിന് പിൻബലം ലഭിക്കുമെന്നും ചട്ടങ്ങളും സർക്കാരിൻ്റെയും രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയുടെയും ഒക്കെ തന്നെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പോരാട്ടം നടത്തിയാൽ അത് നിലനിൽക്കുമെന്ന പ്രതീക്ഷയാണ് എൻ പ്രശാന്ത് വെച്ച് പുലർത്തുന്നത്. അത് നേരത്തെ റീജി സൂചിപ്പിച്ച പോലെ നിയമ ബിരുദമുള്ള ആളാണ്, നിയമത്തിൽ നല്ല അവഗാഹമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സാധാരണ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആരും ഒരു പോരാട്ടത്തിനോ ഒരു എതിരിടലിനോ നിൽക്കാറില്ല. എന്നാൽ പ്രശാന്ത് അതിൻ്റെ ന്യായാന്യായങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രശാന്തിൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പിടിവള്ളി അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന ചാർജ് മെമ്മോയിൽ അത് പറയുന്ന അദ്ദേഹം ഫയൽ മുക്കിയെന്ന ആരോപണത്തിൽ അദ്ദേഹത്തിനെതിരെ ചമച്ച ചില കാര്യങ്ങൾ, അത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിൻ്റെ ഓഫീസിൽ നിന്ന് 2 വ്യത്യസ്ത ഡേറ്റുകളിലുള്ള വിവരങ്ങൾ ഒരേ ദിവസം അപ്ലോഡ് ചെയ്തു, ഇതെല്ലാം വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന തരത്തിലുള്ള ചില തെളിവുകളാണ്. അദ്ദേഹം ഒരു IT വിദഗ്ധൻ കൂടി ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിന് ഉപോത്ബലകമായ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. ആ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുള്ളൊരു നല്ല നിയമ പോരാട്ടം നടത്തിയാൽ സർക്കാരിനെ ഈ കാര്യത്തിൽ സർക്കാർ എടുത്ത നടപടിയെ പിൻവലിപ്പിക്കാൻ കഴിയും, ആ നടപടി അസാധുവാക്കാൻ കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് പ്രശാന്തിൻ്റെ മുന്നോട്ട് പോക്ക്. ശരി, ശ്രീത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. IAS തലപ്പത്തെ പോര് അത് പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ പോരാടാൻ ഉറച്ചു നിൽക്കുകയാണ് എൻ പ്രശാന്ത് IAS. ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാതെ പകരം ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടുന്ന നിലപാടിലേക്ക് നടപടിയിലേക്ക് എൻ പ്രശാന്ത് കടന്നിരിക്കുന്നു.